ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ നല്ല വൃത്തി ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ വീട്ടിൽ ഇതാ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ എത്തി കേട്ടോ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല വണ്ണം അവിടെയാണ് കേട്ടോ വെയിലടിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല, ഇക്കായും മോനൊക്കെ ഇറങ്ങിയായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടും അവരൊക്കെ ഇറങ്ങി. അപ്പോൾ എൻ്റെ മോൻ കണ്ടിട്ട് മനസ്സിലാവും ഞാൻ നല്ലോണം വെയിലടിച്ച് നല്ല തളർന്നിരിക്കുകയാണ് കേട്ടോ. നേരത്തെ വന്ന ഫേസ് പോലെ അല്ല കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഒക്കെ ഉള്ളതായിരുന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ തറയൊക്കെ എടുക്കുന്നത് നല്ല ഇതാണ് കേട്ടോ. അത് പണ്ടത്തെക്കാട്ടും ഒരുപാട് മാറ്റിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എപ്പോഴും ഒരു ട്രാവലിന് പിന്നെയും പിന്നെയും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാക്കി അവർ ഒരുപാട് മാറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് വഴി കൂടിയാണ്. അപ്പോൾ ഈ ഊഞ്ഞാലൊക്കെ ഇരിക്കുന്ന ഊഞ്ഞാൽ, അതുപോലെ തന്നെ ഓണത്തിനുള്ള ഊഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ഒരു ഊഞ്ഞാലിൻ്റെ അടുത്താണ് നമ്മൾ കായലിൻ്റെ സൈഡിലായിട്ടാണ് ഈ ചായക്കട കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച്, ചായ ഉണ്ട്, കട്ടനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ച വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ മോൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളൊക്കെ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കായലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഊഞ്ഞാലും ഒക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ അതൊക്കെ ഇട്ടിട്ട് സ്പ്രൈറ്റൊക്കെ കുടിച്ച്, വീണ്ടും സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ട് സ്പ്രൈറ്റ് കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ബോട്ടെടുക്കാൻ നമ്മൾ പോകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രപ്പാടിലായിരുന്നു. കാരണം പോവാനായിട്ട് അവസാനം വന്നപ്പോൾ പോവാനേ തോന്നിയില്ല. അതാണ് കേട്ടോ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു 4 മണി 5 മണിയൊക്കെ വെയിലൊക്കെ പോയി, അത്രയും തണൽ വന്നു, നല്ല മരങ്ങളും അതുപോലെ നല്ല കാറ്റും കടൽക്കാറ്റും ഒക്കെ ആയപ്പോൾ പോകാൻ തോന്നി കേട്ടോ. പിന്നെ ഭയങ്കര ക്ഷീണമായിട്ടൊന്നും പിന്നെ തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ നമ്മൾ ആ വാട്ടുന്ന ഉരുളാണ് കേട്ടോ 2 സൈഡും വലുത് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് കുറച്ച് വീഡിയോ എടുത്ത് തരുമെന്ന്. അപ്പോൾ എനിക്കിത് ഇക്കത് കുറച്ച് വീഡിയോ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ എടുത്തു തന്നു. അപ്പോൾ ഇതാ അപ്പോൾ ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ പൂവാറിൻ്റെ എൻട്രൻസ്, അങ്ങനെയുള്ള പൂവാർ ഐലൻഡ് എന്ന് എഴുതിയിരിക്കുന്ന എൻട്രൻസാണ്. അതിൻ്റെ അടുത്തതിന് വലിയൊരു ഓട്ടോറിക്ഷയിൽ തന്നെ കുറേ ബന്ദിപ്പൂ ഇങ്ങനെ വെള്ളത്തിൽ നല്ല ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് കാണാൻ തന്നെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബോട്ട് വന്ന സമയമായി. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറി. അങ്ങനെ 5 പേരെന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, 7 പേരുള്ള നല്ല കപ്പാസിറ്റി ഉള്ളൊരു ബോട്ടായിരുന്നു കേട്ടോ. നമ്മൾ ബോട്ടിലേക്ക് കയറിയപ്പോൾ ഭയങ്കര സങ്കടമായി കേട്ടോ. നമുക്ക് വൈകുന്നേരം മതിയായിരുന്നു വരാൻ പറ്റിയത്, വൈകുന്നേരം മതിയായിരുന്നു ഇറങ്ങിയെങ്കിൽ. 1 ഡേ അവിടെ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വൈകുന്നേരം നന്നായിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിച്ചേനെ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ 1 ഡേ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ മാക്സിമം അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര ക്ഷീണം വരത്തില്ല. വെയിലും അടിച്ച് നല്ലോണം ക്ഷീണിക്കുകയില്ല. അത്രയ്ക്ക് നമുക്ക് നന്നായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതായിരുന്നു കേട്ടോ. അപ്പം ഞാനവിടെയൊക്കെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. നമ്മുടെ ഈ ഊഞ്ഞാലാടുമ്പോൾ തന്നെ കുറേ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ. അത് തന്നെ അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഈ വരാൻ തോന്നാത്തൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ഐലൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പൂവാർ ഐലൻഡ് തന്നെയാണ്. നല്ല ഒരു ഏരിയയും നമുക്ക് ഒരുപാട് പേർക്ക് വേണ്ടി ഉള്ള എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ളതും എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോണ സമയമായപ്പോൾ സന്ധ്യ സമയമായപ്പോൾ നമ്മൾ സൂര്യൻ ചേട്ടൻ ഇങ്ങനെ അണഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പം പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരിക. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് പിന്നെ ഐലൻഡിലോട്ട് വേറെ ഒരു ഷോപ്പും ഇല്ല. അവർ ഷോപ്പിൽ തന്നെയാണ് തരുന്നത്. കുറച്ച് ഇപ്പം നമ്മൾ എന്ത് വാങ്ങിച്ചാലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അത് എന്തായാലും പൈസ കരുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ 1 ഡേ ട്രിപ്പിനായാലും കുറച്ചൊക്കെ എക്സ്പെൻസീവൊക്കെ വരും. എന്നാലും 1 ഡേ ട്രിപ്പ് ഒരു 1800 രൂപയാണ് ഒരാൾക്ക് വരുന്നത് കേട്ടോ. അപ്പം നല്ല ഫുഡും ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ
ഫുഡെന്ന് പറയുമ്പോൾ ബൊഫേ ആയിരുന്നു കേട്ടോ. ഫുൾ നമുക്ക് കുറേ വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെയുള്ള വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വ്ളോഗൊന്ന് കണ്ടു നോക്കണം കേട്ടോ. നേരത്തെ വ്ളോഗ് ഇത് സെക്കൻഡ് പാർട്ടാണ്, മറ്റേത് പാർട്ട് 1 ആണ്. അതൊന്നും നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അയ്യോ ഞാൻ ഇങ്ങനെ വിഷമിച്ചു കേട്ടോ. ഈവനിങ് ടൈം നിന്നാൽ മതിയായിരുന്നു. കാരണം അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാണാൻ ഒരു നല്ലൊരു രസം കുറച്ചും കൂടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഉള്ളതായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അവിടെ വന്ന് നോക്കണം കേട്ടോ പൂവാർ ഐലൻഡിൽ. കാരണം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷേ എന്നാലും കുറച്ച് എക്സ്പെൻസീവ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കരുതി വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിന് ശേഷം നമ്മളിതാ പോവാനായിട്ട്